ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ കുറച്ച് ചെടികളാണ്. ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നത് ഒരു ഫ്ലവറാണ്. ഈ ഫ്ലവർ പറഞ്ഞത് വൈറ്റും പിങ്കും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവറാണ്. നല്ല മുള്ളുള്ളൊരു ചെടിയാണ് കേട്ടോ ഇത്. ഇതെന്ന് പറയുന്നത് ഇതും മുൾച്ചെടി തന്നെയാണ്, പക്ഷേ നല്ല റെഡ് കളറും മുകളിലേക്ക് അയച്ചു വരുന്ന ഒരു തരം ചെടിയാണ്. ഒരു ബുഷ് പോലെയൊക്കെ വളരുന്നുണ്ട്. ഈ ഒരു ചെടി എന്ന് പറയുന്നത് ബെഗോണിയ എന്ന് പറഞ്ഞൊരു ചെടിയാണ്. ഈ ഒരു ചെടി ബെഗോണിയ റെഡാണ്. ഇതും ബെഗോണിയയുടെ പിങ്കാണ്. അതിൻ്റെ വേറൊരു തരമാണ്. പിന്നെ ഒരു വയലറ്റ് ഉണ്ടായിരുന്നു, അതിപ്പോൾ ഞങ്ങളുടെ വീട്ടിലില്ല. ഇത് ബെഗോണിയ വൈറ്റാണ്. നല്ല ഭംഗിയിൽ പൂക്കണതാണ് കേട്ടോ. ഇത് കുറേ ഇപ്പോൾ പൂത്തിട്ട് ഞങ്ങൾ മാറ്റി കുഴിച്ചിട്ടുകൊണ്ടാണ് ഇതിങ്ങനെ. ഈ ഒരു ചെടി എന്ന് പറഞ്ഞത് ആരോ ഹെഡ് പ്ലാന്റ് ആണ്. നടുവിലൊരു വര ഉണ്ടായതുകൊണ്ടാണ് അതിന് ആരോ ഹെഡ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതും മണി പ്ലാന്റ് പോലത്തെ ഒരു ചെടിയാണ് കേട്ടോ. ഈ ചെടി മണി പ്ലാന്റിൻ്റെ പോലെ തന്നെയാണ്, പക്ഷേ അതിലൊരു റോസ് ലീഫ് ഉണ്ടായതുകൊണ്ട് തന്നെ അതിന് കലാഡിയം എന്ന് പറയുന്നു. ഈ ഒരു ചെടിക്ക് എലിഫൻറ്റ് ഇയർ എന്നും എലിഫൻറ്റ് പ്ലാന്റ് എന്നൊക്കെ പറയും. എലിഫൻറ്റിൻ്റെ ചെവി പോലത്തെ ഒരു ചെവി ഉണ്ടായതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു പേര് പറയാം. ഇത് ഓർക്കിഡാണ്. നല്ലോണം പൂത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിത് മാറ്റി കുഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത് പൂവ് തന്നെ ഉണ്ടാവാറ്റില്ല. ഇതൊരു വയലറ്റ് കളറ് പൂവ് ഉണ്ടാവുന്ന ഒരു ഓർക്കിഡാണ്. ഇത് ഞങ്ങളെ വീട്ടിലുണ്ടായ ചാമ്പയ്ക്കാണ്. എല്ലാ പ്രാവശ്യവും കുറേ ഉണ്ടാവാറുണ്ട്, ഇന്ന് കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. ഈ ഒരു ചെടി എന്ന് പറഞ്ഞത് കിംഫീരിയ കലാങ്ക എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഒരു ചെടി എപ്പിസ്ക കപ്രേറ്റ എന്ന് പറഞ്ഞ ഒരു ചെടിയാണ്. അതിൻ്റെ തന്നെ വേറൊരു തരം ആണ് ഇത്. നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ കളറുള്ള ഒരു ചെടിയാണിത്. ഈ ഒരു ചെടിന്ന് മണി പ്ലാന്റ് ആണ്. ഇത് ഞങ്ങൾ ചണം വെച്ച് കെട്ടിയിട്ട് ഇങ്ങനെ കോലും എടുത്ത് വെച്ചിട്ടുണ്ട്.